ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത്. 2025 പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു. മെയ് 14 വ്യാഴവും രാശി മാറുന്നതാണ്. അതിനുശേഷം രാഹുകേതുക്കൾക്കൊക്കെ രാശിമാറ്റമുണ്ടാകും. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങൾ വളരെ കാലമൊക്കെ ഒരു രാശിയിൽ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം ജ്യോതിഷപരമായിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 2 രാശിയിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. ആദ്യത്തെ കാൽഭാഗം ധനുക്കൂറിലും ബാക്കി വരുന്ന മുക്കാൽ ഭാഗം മകരക്കൂറിലുമായിട്ടാണ് വരുന്നത്. വിഷു സംക്രമണ ഫലമനുസരിച്ച് ആദിഷഡ്കത്തിലൊക്കെ വരുന്ന നക്ഷത്രമാകയാൽ എന്ത് കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും ആ കാര്യത്തിലൊക്കെ പൂർണ്ണ വിജയമുണ്ടാകുന്നതാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകുന്നതല്ല. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പൊതുസമൂഹത്തിലും പൊതു ഇടങ്ങളിലും സ്ഥാനവും ബഹുമതിയും കീർത്തി ഒക്കെ ഉണ്ടാകുന്നതുമാണ്. ദേവത ബ്രഹ്മാവാകിയാൽ ഗുണദോഷ ഫലങ്ങളായിരിക്കും വർഷം മുഴുവൻ അനുഭവത്തിൽ വരുന്നത്. ഈ വിഷു സംക്രമണ ഫലത്തിൻ്റെയൊക്കെ കൂടെ ഗ്രഹങ്ങൾ ചാരവശാൽ നിൽക്കുന്ന ഫലങ്ങൾ കൂടി ചിന്തിക്കേണ്ടതാണ്. ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗംകാർക്ക് ശനി ഇപ്പോൾ 4-ൽ അർത്ഥാഷ്ടമ ശനി ആയി നിൽക്കുന്നത് അത്ര നല്ലതല്ല. കണ്ടക ശനിക്കാലമാണ്. വ്യാഴം 6-ലാണ് മെയ് 14 വരെ. അതിനുശേഷം രാശിമാറ്റം ഉണ്ടാകും. അതിനുശേഷമൊക്കെ ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുത്തു പോകേണ്ട കാലമാണ്. അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനത്തിൻ്റെ ഉപയോഗമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഭൂമിയുടെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ്. ഭൂമി സംബന്ധമായ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ട് മടിയൊക്കെ കാണിക്കാതിരുന്നാൽ സാമ്പത്തികമായിട്ടൊക്കെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഈ സമയത്തുണ്ടാകാം. അങ്ങനെ ചെയ്യരുത്. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. ശത്രുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടതാണ്. ഉത്രാട നക്ഷത്രം മകരക്കൂറുകാർക്ക് അവർക്ക് ഇത്രയും നാളും 7.5 ശനികാലമായിരുന്നു. ആ 7.5 ശനികാലം അങ്ങോട്ട് അവസാനിച്ചതേ ഉള്ളൂ. വ്യാഴവും ഇനി ഒരു മാസത്തോളം ഗുണകരമായ അവസ്ഥയിലാണ്. ഒരു മാസത്തിന് ശേഷം മെയ് 14 വ്യാഴത്തിന് രാശിമാറ്റം ഉണ്ടാകും. അതൊരു അത്ര അനുകൂലമായ അവസ്ഥയല്ല. ശനിയൊക്കെ രാശി മാറുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ജോലിയിലൊക്കെ കൂടുതൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറും. ശമ്പള വർധനവൊക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ ജോലിയൊക്കെ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തിക പുരോഗതി, നല്ല രീതിയിലൊക്കെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. തൊഴിലിൽ നിന്നൊക്കെ നല്ല വരുമാനമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലവുകളും ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് ശേഷം ചിലവുകളൊക്കെ വർദ്ധിക്കും. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധമൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി സ്ഥലത്ത് വളരെയധികം ശ്രദ്ധ കൊടുത്തില്ല നിങ്ങളുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധ കൊടുക്കണം. കൃത്യമായ ആഹാരം, വ്യായാമം എന്നിവയൊന്നും മുടക്കരുത്. അതുപോലെ നിലവിൽ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ, സ്ഥിരമായിട്ട് അതിന് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് യാതൊരു കാരണവശാലും മുടക്കരുത്. ദൈവാധീനമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഗുണഫലങ്ങളൊക്കെ കൂടുതൽ ലഭിക്കുന്നതിനും വേണ്ടി വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം എല്ലാ വ്യാഴാഴ്ചയും നടത്തുന്നത് കൂടുതൽ ഗുണകരമാണ്. അതുപോലെ ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ശാസ്താവിന് നീരാഞ്ജനം, എള്ളുതിരി എന്നീ വഴിപാടുകളൊക്കെ നടത്തുന്നത് ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.